ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസം 30-ാം തീയതി. അന്ന് അക്ഷയ തൃതീയയാണ്. ഭാരതത്തിലെ ഹിന്ദു മതസ്ഥരും ജൈന മതസ്ഥരുമൊക്കെ തന്നെ വളരെ പ്രത്യേകതയോടുകൂടി പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അക്ഷയ തൃതീയ. കേരളത്തിൽ കുറച്ചു കാലങ്ങളായിട്ട് ഈ അക്ഷയ തൃതീയ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ആരാണ്? സ്വർണ്ണ വ്യാപാരികളാണ്. സ്വർണം മേടിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് അക്ഷയ തൃതീയ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ അക്ഷയ തൃതീയ സ്വർണ്ണ വ്യാപാരികൾ വളരെ വിപുലമായി കൊണ്ടാടുന്നത്. ബാങ്കുകളൊക്കെ തന്നെ അന്നേ ദിവസം കോയിനുകളൊക്കെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് എത്തി നോക്കാൻ പോലും സാധിക്കാത്ത സ്ഥലമായി മാറി സ്വർണ്ണക്കട. കാരണം അത്രത്തോളം വലിയ വിലയാണ്. അപ്പം വാല്യൂ ഉള്ള ഒരു ലോഹം തന്നെയാണ് സ്വർണം. എന്നിരുന്നാലും സ്വർണ്ണക്കടകളിൽ തിരക്ക് തന്നെ, അതിനൊരു കുറവുമില്ല. എത്ര വില കൂടിയാലും തിരക്കിന് യാതൊരു കുറവുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അക്ഷയ തൃതീയ? വളരെ വളരെ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ധാരാളമുള്ള ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. പണ്ട് നമ്മളൊരു കഥ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? പാഞ്ചാലിക്ക് വനവാസ കാലത്ത് പാഞ്ചാലിയെയും അതുപോലെ തന്നെ പാണ്ഡവരെയും ഒക്കെ കാണാനായിട്ട് ധാരാളം മുനിമാരും ഒക്കെ വരുമായിരുന്നു. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കേണ്ടത് പാഞ്ചാലിയുടെ ദ്രൗപദിയുടെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. പലപ്പോഴും ദ്രൗപദിക്ക് ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ പാഞ്ചാലി വിഷമിക്കുകയും സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുകയും പാഞ്ചാലിക്ക് സൂര്യഭഗവാൻ അക്ഷയപാത്രം ദാനം ചെയ്യുകയും ചെയ്തു. ആ അക്ഷയപാത്രത്തിൽ നിന്നും ധാരാളം ആഹാരങ്ങൾ ഉണ്ടാകുമെന്നും എപ്പോഴാണോ ദ്രൗപദി കഴിക്കുന്നത് അതുവരെ അതിനകത്തു നിന്നും ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ കഥ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വൈശാഖം തുടങ്ങുന്ന സമയത്ത് ഈ കഥകളൊക്കെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ പറയും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് ദുർവാസാവ് മഹർഷിയെ പറ്റിയൊക്കെ പറയാം, ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയൊക്കെ പറയാം. അങ്ങനെ ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും കുറയാത്ത, ആഹാരത്തിന് ഒരു കുറവും വരാത്ത ആ പാത്രം, അക്ഷയപാത്രം സൂര്യഭഗവാൻ ദ്രൗപദിക്ക് കൊടുത്ത ദിവസം ഒരു അക്ഷയ തൃതീയ ദിവസമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ് ആ സമയത്ത് ദ്രൗപദിക്ക് ആ പാത്രത്തിലൂടെ ലഭിച്ചത്. ചില സ്ഥലങ്ങളിൽ പരശുരാമൻ ജനിച്ചത് അക്ഷയ തൃതീയ ദിവസത്തിലാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ചില പുരാണങ്ങളിൽ പറയുന്നത് പ്രദോഷകാലത്തിലാണ് പരശുരാമൻ ജനിച്ചതെന്ന്, അങ്ങനെയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗംഗാദേവി ഭൂമിയിലേക്ക് വന്ന കഥ എങ്ങനെയാണ്? സ്വർഗത്തിലുണ്ടായിരുന്ന ഗംഗാദേവി ഭൂമിയിലേക്ക് വന്നത്, എന്താണ് അതിൻ്റെ പുറകിലുള്ള ഐതിഹ്യം? ഇതൊക്കെ നമ്മൾ ഇനി വൈശാഖ മാസത്തിൽ നമുക്ക് പഠിക്കാം. വളരെ വിശദമായി പഠിക്കേണ്ടുന്ന ഭാഗങ്ങളാണ് അതൊക്കെ. ദേവി ഭൂമിയിലേക്ക് പ്രവേശിച്ചതും ഒരു അക്ഷയ തൃതീയ ദിവസമാണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ജലം എന്ന് പറയുന്നത് ജീവരാശിയുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. നമുക്ക് ജീവിക്കുന്നതിന് ജലം അത്യന്താപേക്ഷിതമാണ്. ഹിന്ദുമത വിശ്വാസപ്രകാരം ബലിതർപ്പണത്തിനു പോലും ജലം ആവശ്യമുണ്ട്. നമ്മുടെ സകല പാപങ്ങളും മാറ്റുന്നതിനായിട്ട് നമ്മൾ ഗംഗാനദിയെയാണ് ആശ്രയിക്കുന്നത്. പിതൃപൂജകൾക്ക് ഗംഗാനദിയെയാണ് ആശ്രയിക്കുന്നത്.
കൃഷിക്ക് നമ്മൾ ഗംഗാനദിയെയാണ് ആശ്രയിക്കുന്നത്. അപ്പം അത്രയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗംഗാദേവി ഭൂമിയിലേക്ക് വന്നത് ഒരു അക്ഷയ തൃതീയ ദിവസത്തിലാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പം വളരെ വളരെ പ്രാധാന്യവും പ്രത്യേകതകളുമുള്ള ഒരു ദിവസമാണ് ഈ അക്ഷയ തൃതീയ ദിവസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ ദിവസം നമ്മൾ മഹാവിഷ്ണുവിനെയാണ്, ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത് എന്നാണ് പറയുന്നത്. അക്ഷയ തൃതീയ ദിവസം നമ്മൾ എന്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മേടിച്ചാലും അത് വളരും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ അന്നേ ദിവസം ഈ സ്വർണം മേടിക്കുന്നത്. അതുപോലെ മേടിക്കുക എന്നത് മാത്രമല്ല, ദാനം ചെയ്യുന്നതും അങ്ങേയറ്റം ഉത്തമമാണ് എന്ന് പറയുന്നു. കാരണം ഈ ദാനം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? പണ്ട് കാലത്തെ പുരാണങ്ങളിലൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഭഗവാനും പറഞ്ഞു തന്നിരിക്കുന്നത്, ദാനം ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഏകാദശിയുമായി ബന്ധപ്പെട്ട വീഡിയോയിലാണ് നമ്മൾ പറഞ്ഞത്. കാരണം അന്നദാനം എന്ന് പറയുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. കുതിരകളെ ദാനം ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഗോക്കളെ ദാനം ചെയ്യുന്നത്, ഇതിലൊക്കെ ഏറ്റവും പുണ്യമെന്ന് പറഞ്ഞത് നമ്മൾ എന്തിനാണ്? അന്നദാനം. ആ അന്നദാനം ചെയ്യുമ്പം നമുക്ക് ലഭിക്കുന്നത് എന്താണ് എന്നറിയാമോ? എന്ത് ദാനം ചെയ്താലും ഭയങ്കരമായ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളുടെ എല്ലാം ആ ദോഷം അവസാനിച്ചിട്ട് നമുക്ക് ഭഗവാന്റെ അപാരമായ കാരുണ്യമാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ കാരുണ്യം അക്ഷയ തൃതീയ ദിവസം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതും ഭയങ്കരമായ രീതിയിൽ ഇരട്ടിക്കും. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. ഈ അക്ഷയ തൃതീയ ദിവസം നിങ്ങളിപ്പോൾ ഒരു സ്വർണം മേടിക്കണം എന്ന് കരുതുക. നിങ്ങൾ സ്ഥിരമായി അക്ഷയ തൃതീയ ദിവസം സ്വർണം മേടിക്കുന്ന ഒരാളാണ്, അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊരു സൈക്കോളജിയാണ്. പിറ്റേ വർഷം അക്ഷയ തൃതീയ ആകുമ്പോഴേക്കും എങ്ങനെങ്കിലും 1 ഗ്രാമെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് 1/2 ഗ്രാമിൻ്റെ ഒരു കമ്മലെങ്കിലും മേടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എവിടുന്നെങ്കിലും നിങ്ങൾ ആ സമയത്തേക്ക് ഒരു ചിട്ടിയോ വട്ടിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർന്ന് കുറച്ച് ധനം സമ്പാദിച്ചു വെച്ചിട്ട് ആ സമയത്ത് അന്നത്തെ ദിവസം മേടിക്കാമെന്ന് കരുതി നിങ്ങൾ മേടിക്കും. അങ്ങനെ അക്ഷയ തൃതീയ ദിവസം സ്വർണം മേടിക്കുന്ന ധാരാളം ആളുകളെ എനിക്കറിയാം. അവർ പണ്ട് ഒരു പവനൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ അവർക്ക് അതിനൊന്നും സാധിക്കുന്നില്ല. എന്നോട് തന്നെ അവർ സങ്കടം പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ 1 ഗ്രാമേ ആ സ്ഥാനത്ത് മേടിക്കാൻ സാധിക്കും. പക്ഷേ ആ 1 ഗ്രാമെങ്കിലും അവരെങ്ങനെങ്കിലും കാശ് സമ്പാദിച്ചു വെച്ച് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കും. അതിനുവേണ്ടി അവരൊരു ചിട്ടിയൊക്കെ ഒന്ന് ചേരും. അത് നമ്മുടെ ഒരു മാനസികമായ ഒരു വിശ്വാസമാണ്, ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ് അവിടെ നമ്മുടെ നടക്കുന്നത്. അത് പക്ഷേ എന്താണ് ഗുണം? നമുക്കൊരു ഗുണം തന്നെയാണല്ലേ. എങ്ങനെയെങ്കിലും നമ്മൾ ആ സമയത്ത് ഒരു പണം സമ്പാദിച്ചു വെച്ച് ആ ഒരു മഹാലക്ഷ്മിയെ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ആ ഒരു ശേഖരത്തിലേക്ക് നമ്മൾ മുതൽ കൂട്ടുകയാണ്. നാളെ അത് നിങ്ങൾക്ക് തന്നെയാണ് പ്രയോജനം. കാരണം മഹാലക്ഷ്മിയാണ് സ്വർണമെന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. സ്വർണം ആരെങ്കിലും വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിൽക്കുന്ന ആളുകളാണ്, ഇപ്പം നിങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു, നിങ്ങളുടെ അമ്മയും അച്ഛനും നിങ്ങൾക്ക് കുറച്ച് ആഭരണങ്ങളൊക്കെ തന്നാണ് നിങ്ങളെ അയച്ചതെങ്കിൽ, ആ വിവാഹത്തിൻ്റെ കിട്ടിയ ആ സ്വർണം നിങ്ങളുടെ തോന്നിവാസം എടുത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുന്നു, ഉടനെ തന്നെ കുറച്ച് ആഭരണം അതിനകത്തുനിന്ന് എടുത്ത് വിൽക്കുന്നു. അങ്ങനെ നിങ്ങളത് ഇങ്ങനെ ആ സമയത്ത് ഈ കുട്ടികളല്ലേ, അവർക്ക് ഈ സ്വർണം അവർ വീട്ടുകാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മേടിച്ചത് എന്നുള്ള ഒരു ബോധമൊന്നുമില്ലാതെ അശ്രദ്ധമായി അതെടുത്ത് വിറ്റിട്ടുള്ള ആളുകൾക്കറിയാം. പിന്നീട് അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ആ സ്വർണം നിങ്ങളുടെ ശേഖരത്തിലേക്ക് മുതൽ കൂട്ടാനായിട്ട് സാധിക്കാറില്ല എന്നുള്ളത്. ഇപ്പോഴത്തെ ആ സ്വർണ്ണ വിലയൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പം നിങ്ങൾ ആലോചിക്കാറുണ്ട്, എനിക്കറിയാം 100% നിങ്ങൾ ആലോചിക്കും, ദൈവമേ എന്തോരം സ്വർണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്ന്. ഇപ്പോഴത്തെ സ്വർണ്ണ വില ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ദൈവമേ അതിൻ്റെ പകുതിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എത്ര രൂപയായേനെ. അന്ന് ഞാൻ ചുമ്മാതെ വേണ്ടാതെ ഓരോന്നെടുത്ത് വിറ്റ് നശിപ്പിച്ചു എന്ന് ചിന്തിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഭൂമിയും അനാവശ്യമായി നമ്മൾ ഇങ്ങനെ വിൽക്കുന്ന ഒരു ആളുകളാണെങ്കിൽ അവർക്ക് വിൽക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. മേടിക്കാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടും. അതല്ലെങ്കിൽ അവർ അത്രത്തോളം കഷ്ടപ്പെടുകയും പ്രയത്നിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ വിറ്റ് കളഞ്ഞ സാധനം നിങ്ങളിലേക്ക് തേടി വരത്തുള്ളൂ. കാരണം അങ്ങനെയുള്ള ഒരു ശക്തിയുള്ള
ഒരു ലോഹമാണ് സ്വർണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വസ്തുവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് വിൽക്കരുത്. ഒന്ന് പണയം വെച്ചാലും എങ്ങനെയെങ്കിലും അത് തിരിച്ചെടുക്കാനായിട്ട് നോക്കണം. കാരണം ഒരു വല്ലാത്ത ശക്തിയുള്ള ലോഹമാണ് സ്വർണം എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇത്തവണ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ ഇനിയിപ്പോൾ അടുത്ത അക്ഷയ തൃതീയ വരുന്നുണ്ടല്ലോ, അടുത്ത വർഷം ഇതേപോലെ. ആ സമയം ഒരു ഗ്രാമെങ്കിലും മേടിക്കത്തക്ക രീതിയിൽ, അത് കൂടുതലൊന്നും അങ്ങനെ സാധിക്കത്തില്ല. ഇപ്പോഴത്തെ സ്വർണ്ണവില ഓരോ ദിവസവും ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അടുത്ത വർഷം 1,00,000 രൂപയൊക്കെ ആയിരിക്കും ഒരു പവന്. അപ്പോൾ അതൊക്കെ ഒന്ന് കണക്ക് കൂട്ടി ഒരു മാസം കുറച്ച് പൈസ ഒന്ന് ആരും അറിയാതെ ഒന്ന് മാറ്റി വെച്ച് നോക്കുക. ഒരു ചിട്ടിയൊക്കെ ഒന്ന് ആരും അറിയാതെ ഒന്ന് ചേരുക. എന്നിട്ട് അടുത്ത വർഷം നിങ്ങൾ എന്തെങ്കിലും ഒരു തരി പൊന്നെങ്കിലും മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ ഐശ്വര്യമാണ് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. പിറ്റേ വർഷം അറിയാതെ തന്നെ അങ്ങനെ മേടിച്ചു കഴിയുമ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തന്നെ തോന്നും അടുത്ത വർഷവും എനിക്ക് മേടിക്കണമെന്ന്. അപ്പം നമുക്ക് സാധിക്കാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. എല്ലാം നമുക്ക് സാധിക്കും. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സമ്പാദിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സമ്പാദിക്കാൻ കഴിയത്തില്ല. കാരണം എല്ലാ ദിവസവും നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 25,000 കിട്ടിയാലും 50,000 കിട്ടിയാലും നമ്മുടെ ആവശ്യങ്ങൾ തീരില്ല. എങ്ങനെ ഈ കാശൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് മാസാവസാനം നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് അത്രത്തോളം പല ധൂർത്തുമുണ്ടായിരുന്നത്. നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അനാവശ്യമായിട്ട് അതും ഇതുമൊക്കെ മേടിച്ച് ചിലവാക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരു കാൽക്കുലേഷൻ, അടുത്ത വർഷത്തേക്ക് എനിക്ക് ഇത്ര രൂപ എൻ്റെ കയ്യിൽ വേണം, ഞാൻ ഇന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന് നിശ്ചയിച്ചിട്ട് ആ പണം നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് സ്വരുക്കൂട്ടി വെച്ചിട്ടൊന്ന് മേടിച്ച് നോക്കിക്കേ. 100% ഉറപ്പാണ് അതിൻ്റെ അടുത്ത വർഷം നിങ്ങൾക്ക് വീണ്ടും മേടിക്കാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പറയും, ഒന്ന് സൂക്ഷിക്കൂ, നമുക്ക് അടുത്ത വർഷം മേടിക്കണ്ടേ എന്ന് പറയും. കാരണം മഹാലക്ഷ്മിയെ നമ്മുടെ കയ്യിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മളതിനെ വിറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പാടുപെട്ട് വളരെ ശ്രമകരമായി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു ശ്രമം ആരാണോ വിറ്റത് അവർ എടുത്തേ മതിയാകും. അങ്ങനെ എടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലേക്ക് മഹാദേവി വരും. അതിനെ നമ്മൾ സ്നേഹിക്കണം. അതല്ലാതെ അലക്ഷ്യമായി ധനം കൈകാര്യം ചെയ്യുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അലക്ഷ്യമായി അവരുടെ കയ്യിൽ ധനം നിൽക്കില്ല. എപ്പോഴും ഈ പോക്കറ്റിലൊക്കെ ചിലരെ കണ്ടിട്ടുണ്ടോ? പൈസയൊക്കെ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി വെക്കും. അവർക്കൊരിക്കലും ഒരു സമ്പാദ്യശീലം കാണുകയില്ല, അവരുടെ കയ്യിൽ ധനം നിൽക്കുകയില്ല. കാരണം നമ്മൾ എന്തിനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പം നമുക്കൊരു തൊഴിലുണ്ട്, ആ തൊഴിലിനെ ഏറ്റവും ദൈവമായി കണ്ടുകൊണ്ട് അത് എനിക്കെന്നും നിലനിൽക്കണമേ, എൻ്റെ കുടുംബത്തിന് ഈ തൊഴിൽ കാരണം അന്നം കിട്ടണമേ, എനിക്ക് സമ്പാദിക്കാൻ സാധിക്കണമേ എന്ന് കരുതി പ്രാർത്ഥിച്ചുകൊണ്ട് ആ തൊഴിലിനെ സമീപിച്ചാൽ മാത്രമേ ആ തൊഴിൽ നിലനിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ എനിക്കിതല്ലെങ്കിൽ മറ്റൊരെണ്ണം, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു പുച്ഛ മനോഭാവത്തോടു കൂടി അവർക്കൊരിക്കലും നിലനിൽക്കുകയില്ല ഒരു തൊഴിലും. അതുപോലെ തന്നെയാണ് ഈ സ്വർണമായാലും ഭൂമിയായാലും വിദ്യയായാലും പഠന കാര്യങ്ങളായാലും അങ്ങനെ തന്നെയാണ്. ഏതൊരു കാര്യവും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇരിക്കും അത് നമ്മളിലേക്ക് എത്തുന്നത്. പലരും പറയും ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് എനിക്ക്, ഞാൻ എത്രയോ വർഷമായി ഞാൻ ചില കാര്യങ്ങൾ വിചാരിക്കുന്നു, എനിക്ക് സാധിക്കുന്നില്ല, എത്ര ധനം കിട്ടിയിട്ടും എനിക്ക് തികയുന്നില്ല എന്ന്. ശരിയാണ്, നമുക്ക് അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു മാസം എത്ര രൂപ ചിലവാക്കുന്നുണ്ടെന്ന്. എത്ര രൂപ നിങ്ങൾ മീൻ മേടിച്ചും ഇറച്ചി മേടിച്ചും തുണി മേടിച്ചും അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി നിങ്ങൾ അനാവശ്യമായി ചിലവാക്കുന്നുണ്ടെന്ന്. വലിയ വലിയ പൂജകളും മന്ത്രവാദങ്ങളും ഒന്നും നിങ്ങൾ നടത്തണ്ട. നിങ്ങളൊരു 500 രൂപ ഒരു മാസം ഒന്ന് മാറ്റി വെക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഒരു 1000 രൂപ. നിങ്ങൾക്കൊരു 20,000 രൂപ വരുമാനമുള്ള അല്ലെങ്കിൽ 25,000 രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് 24,000 രൂപയെ ശമ്പളമുള്ളൂ. ആ 1000 ശമ്പളം കിട്ടുന്ന അന്നേ അങ്ങ് മാറ്റണം.
അതല്ലാതെ 25,000 കിട്ടുമ്പോൾ 30,000-ൻ്റെ ചിലവ് നമ്മൾ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കില്ല, തികയില്ല. ആദ്യം മുതലേ നമ്മൾ കുട്ടികളെയാണെങ്കിലും അങ്ങനെയുള്ള ശീലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പണത്തിനെ നമ്മൾ ബഹുമാനിക്കണം. പക്ഷേ ആർത്തി പാടില്ല. മറ്റുള്ളവർക്ക് കൊടുക്കാതെ, മറ്റുള്ളവരെ സഹായിക്കാതെ അത് പൂഴ്ത്തി വെച്ചു കഴിഞ്ഞാൽ അത് നമ്മിൽ നിന്നും പോകും. പക്ഷേ അത് ഭയങ്കരമായ രീതിയിൽ ദുർവ്യയം ചെയ്താൽ അങ്ങനെയും നമ്മുടെ കയ്യിൽ നിന്നും പോകും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മഹാലക്ഷ്മി എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് അക്ഷയ തൃതീയ ദിവസം ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം. വ്രതം എടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരൊക്കെ തന്നെ പ്രാർത്ഥിക്കണം. ഏറ്റവും ഉത്തമമായ ദിവസമാണ്. നോൺ വെജ് നിർബന്ധമായും ഒഴിവാക്കണം. അക്കാര്യത്തിൽ യാതൊരു ഉപേക്ഷയുമില്ല. നിർബന്ധമായും നോൺ വെജ് ഒഴിവാക്കണം. നോൺ വെജ് ഒഴിവാക്കി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് എന്തെങ്കിലും നമുക്ക് വേണ്ടി ഒരു ദാനം ചെയ്ത്, നമുക്ക് വേണ്ടിയിട്ടാണ് ദാനം ചെയ്യുന്നത്. കാരണം എന്താണ്, ചിലപ്പോൾ ഒരാൾക്ക് ഒരു പെൻസിൽ, ഒരു കൊച്ചുകുട്ടിക്ക് ഒരു പെൻസിലായിരിക്കും നമ്മൾ മേടിച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രായമായ ഒരു അപ്പൂപ്പനുണ്ട്, ആ അപ്പൂപ്പന് ഒരു മുണ്ടായിരിക്കും മേടിച്ചു കൊടുക്കുന്നത്. അതും ഒരു സന്തോഷമാണ്, അതൊരു സമ്മാനമാണ്. അതല്ലാതെ ദാനം നമുക്ക് ചെയ്യാം, അന്നദാനം നമുക്ക് ചെയ്യാം. ഒരാൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ, വലിയ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഒരാളുടെ അന്നദാനം അല്ലെങ്കിൽ 2 പേർക്ക് അന്നദാനം. അപ്പോൾ നിത്യ അന്നദാനങ്ങളുള്ള ക്ഷേത്രങ്ങൾ കാണും. അവിടെ ഒരു ദിവസത്തെ അന്നദാനം ഒന്നും നമ്മൾ നടത്തണ്ട, ഒരാളുടെ പൈസ നമ്മൾ കൊടുത്താൽ മതി. അതും വളരെ നല്ലതാണ്. ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു ബുക്ക് മേടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ പ്രായമായ ആളുകൾക്കൊക്കെ നമ്മളൊരു മുണ്ട് മേടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതൊരു നല്ല ദിവസമാണ്. അത് നമുക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. നമുക്ക് ധനവും സമ്പത്തും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ദിവസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പരമാവധി സമയം നാമം ജപിക്കുക, അതും നമുക്ക് വളരെ ഗുണമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം ഏറ്റവും പുണ്യകരമായ ദിവസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. ഇത്തവണ അക്ഷയതൃതീയയ്ക്ക് സ്വർണം മേടിക്കാൻ സാധിക്കാത്ത എല്ലാവരും തന്നെ അടുത്ത വർഷത്തിലേക്ക് ഈ മാസം മുതൽ, അതല്ലെങ്കിൽ അടുത്ത മാസം മുതൽ ഒരു ചെറിയ സമ്പാദ്യം നിങ്ങൾ മാറ്റിവെക്കും എന്ന് നിശ്ചയിക്കുക. എന്നിട്ട് അത് നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ സമ്പത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ പാപമോചകങ്ങളായ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക. മുതിർന്നവരുടെ അനുഗ്രഹങ്ങൾ ധാരാളമായി നേടുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പിതൃക്കൾക്ക് അവരുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനും ഈ ദിവസം അങ്ങേയറ്റം ഉത്തമമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഐശ്വര്യം പല രീതിയിലാണ് നമുക്ക് ഐശ്വര്യം കിട്ടുന്നത്. സമ്പത്ത് മാത്രമല്ല, ഇതൊക്കെ നമ്മുടെ ഐശ്വര്യത്തിൻ്റെ ഭാഗങ്ങളാണ്. മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ദാനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ അനുഗ്രഹങ്ങൾ, അതുപോലെ അന്നദാനം ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ 10,000 വർഷം തപസ് ചെയ്യുന്നതിനേക്കാൾ ഫലമാണ് അന്നദാനം ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. കാരണം അതിൻ്റെയൊക്കെ ഭയങ്കരമായ ഫലം, പുണ്യഫലം നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഏറ്റവും ഉത്തമമായ സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും പുണ്യകരമായും ശുദ്ധമായും ഭക്തിയോടും സന്തോഷത്തോടും കൂടി ഇരിക്കേണ്ടുന്ന ആ ദിവസം നന്നായി നാമം ജപിച്ചോളൂ. നിങ്ങളുടെ നാമജപം വർദ്ധിക്കും. നിങ്ങളെ ഭഗവാൻ അത്രത്തോളം അനുഗ്രഹിക്കുകയും ചെയ്യും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമജപം ശീലമാക്കുക, രാജ്യത്തെ സ്നേഹിക്കുക. ഭാരതം എന്ന നമ്മുടെ രാജ്യം, നമുക്ക് ആ രാജ്യത്തിലെ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിന് നന്മ വരുത്തുന്നതാണ്. രാജ്യമാണ്
പ്രധാനം. ഭഗവാൻ എന്നും അക്കാര്യം ഭഗവത്ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ രാജ്യസ്നേഹികളായി വളർത്തുക. ഹരേ കൃഷ്ണ.